കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചിട്ടിതിപ്പോൾ 1 മാസം ആകുന്നതേയുള്ളൂ. ഇവിടെയുള്ളവരോട് താൻ ശരിക്ക് അടുത്തിട്ട് പോലുമില്ല. ഇവിടെയുള്ളവരോട് മാത്രമല്ല, താലി കെട്ടിയ പുരുഷനോടും എല്ലാം തുറന്നു പറയാനുള്ളൊരു അടുപ്പമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെയാണ് ഉത്തരം. ശരീരത്തിന്റെ പങ്കുവയ്പ് നടന്നിട്ടുണ്ടെങ്കിലും മനസ്സിലുള്ളതെല്ലാം അതേപടി പറയാനുള്ള അടുപ്പം ഭർത്താവിനോട് തനിക്ക് ഇപ്പോഴും ഇല്ലല്ലോ എന്ന് ഓർത്തു അഭിരാമി. എന്നാൽ പറയാനുള്ളത് പറയാതിരിക്കാനും പറ്റാത്തൊരവസ്ഥ. താനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എങ്ങനെ എടുക്കുമെന്ന് പോലും അറിയില്ല. ആകെക്കൂടി വല്ലാത്തൊരവസ്ഥയിലായി അവൾ. സുഹൃത്തെന്ന് പറയാൻ തനിക്കങ്ങനെ ആരുമില്ല. എന്നാൽ ഇല്ലേ എന്ന് ചോദിച്ചാൽ കൂടെ പഠിച്ചവരും അയൽവക്കത്തുള്ള തന്റെ പ്രായമുള്ള പെൺകുട്ടിയും എല്ലാം തന്നെ സുഹൃത്താണ്. പക്ഷെ അവരോടൊന്നും പറയാൻ പറ്റിയ പ്രശ്നമല്ല തനിക്കുള്ളതെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അഭിരാമി, മനുവിന്റെ ഡ്രസ്സ് ഞാൻ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവനോട് വന്ന് എടുത്തോളാൻ പറയൂ. പിന്നെ രാവിലെ നല്ല മഞ്ഞുണ്ട്. അതുകൊണ്ട് രാവിലത്തെ നടത്തം ഒഴിവാക്കാൻ പറയണം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞോളാം. അതും പറഞ്ഞ് പോകുന്നവരെ ദേഷ്യത്തോടെ അഭിരാമി ഒന്ന് നോക്കി. ഇവരാണ് തന്റെ ഏറ്റവും വലിയ പ്രശ്നം. കാര്യം മനുവേട്ടന്റെ ഏട്ടന്റെ ഭാര്യയാണ് സ്മിത. പക്ഷെ അവർ തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ കാണിക്കുന്ന അമിത സ്വാതന്ത്ര്യം, അതാണ് തന്റെ ഏറ്റവും വലിയ പ്രശ്നം. മനുവേട്ടൻ വരുമ്പോൾ പറഞ്ഞിരുന്നു എനിക്ക് 2 അമ്മമാരാണെന്ന്. ആള് സ്മിതേടത്തെയും ആ രീതിയിൽ മാത്രമാണ് കാണുന്നത്. എന്നാൽ സ്മിതേടത്തിക്ക് തിരികെ മനുവേട്ടനോടുള്ള പെരുമാറ്റത്തിൽ എന്തൊക്കെ അപാകതകൾ തോന്നാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. എന്നാൽ അത് ആരോടും പറയാനുള്ള ധൈര്യം അഭിരാമിക്ക് ഉണ്ടായിരുന്നില്ല. മനുവേട്ടന് KCBയിലാണ് ജോലി. കാണാൻ അത്ര സുന്ദരനൊന്നും അല്ലെങ്കിലും തെറ്റില്ല. തന്നെ ഒരു വിവാഹത്തിന് വന്നപ്പോൾ കണ്ടിഷ്ടപ്പെട്ട ആലോചനയുമായി വന്നതാണ്. ഗവൺമെന്റ് ജോലി ഉള്ളതുകൊണ്ട് എല്ലാവർക്കും താല്പര്യമായി. ആളിന്റെ പെരുമാറ്റവും മറ്റും ഇഷ്ടമായതുകൊണ്ട് എനിക്കും എതിർപ്പില്ലായിരുന്നു. കാര്യങ്ങളെല്ലാം പിന്നെ വളരെ പെട്ടെന്നായിരുന്നു. വീട്ടിലെ മൂത്ത കുട്ടി ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ വിവാഹം നടത്തണമെന്ന ചിന്ത തന്നെയായിരുന്നു അവിടെയുള്ളവർക്കും. എന്നാൽ മാത്രമാണോ താഴെയുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് പിന്നെ ചിന്തിച്ചു തുടങ്ങാനാകൂ. വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ആദ്യമൊന്നും എനിക്ക് വലിയ കുഴപ്പമില്ല. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഏട്ടത്തിയുടെ മനുവേട്ടനോടുള്ള പെരുമാറ്റത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ തോന്നി തുടങ്ങി. മനുവേട്ടന്റെ എല്ലാ കാര്യങ്ങളും ഏട്ടത്തിക്ക് ചെയ്തു കൊടുക്കണം. മനുവേട്ടന്റെ റൂമിൽ അഴിച്ചിരുന്ന ഡ്രസ്സ് പോലും എന്നേക്കാൾ മുന്നേ വന്ന് എടുത്തുകൊണ്ടുപോയി അലക്കിയിടും. രാവിലെ കഴിക്കാൻ വന്നിരിക്കുമ്പോൾ ഏട്ടത്തിക്ക് തന്നെ വിളമ്പി കൊടുക്കണം. മനുവിനതാണ് ഇഷ്ടം. മനുവിന് അത് മാത്രമേ ഇഷ്ടമുള്ളൂ. ഇങ്ങനെയെല്ലാം ചെയ്യണം എന്നെല്ലാം പറയും. എന്നാൽ സ്വന്തം ഭർത്താവിന്റെ കാര്യത്തിൽ ഏട്ടത്തി ഇത്രത്തോളം ശ്രദ്ധയെടുക്കുന്നത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഏട്ടൻ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി. ഏട്ടനും കുട്ടികളും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ വിളമ്പിക്കൊടുത്ത് ഏട്ടത്തി അവിടെ നിന്ന് പോകും. എന്നാൽ മനുവേട്ടൻ കഴിക്കാൻ വന്നാൽ ഒപ്പം ഇരുന്ന് ഊട്ടലാണ്. ആദ്യമൊക്കെ സ്നേഹം കൊണ്ടാണെന്ന് കരുതാൻ എനിക്ക് സാധിച്ചു. പിന്നീട് ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ പോലും ഏട്ടത്തി ഇടപെടാനും അഭിപ്രായങ്ങൾ പറയാനും തുടങ്ങിയപ്പോഴാണ് ഞാനതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന ഭയം എനിക്ക് തോന്നി. ഓരോ ദിവസം ചെല്ലും തോറും എല്ലാം ശരിയാവുമെന്ന് ഞാൻ സ്വയം പറഞ്ഞു പഠിപ്പിക്കും. എന്നാൽ കാര്യങ്ങളൊന്നും നേരെയാവുന്ന ലക്ഷണം ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് മനുവേട്ടനോട് എല്ലാം തുറന്നു പറയാം എന്ന് തന്നെ തീരുമാനിച്ചു. എന്നാൽ മനുവേട്ടൻ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. എനിക്ക് സംശയരോഗമാണ്. നിന്നെ പോലെ ഒരു വൃത്തികെട്ട പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല എന്നെല്ലാം പറഞ്ഞു. എനിക്കതെല്ലാം വലിയ സങ്കടമായി. അതിനേക്കാൾ ഏറെ സങ്കടം അടുത്ത ദിവസം ഏട്ടത്തി അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ്. ഞങ്ങളുടെ റൂമിൽ നടന്നൊരു കാര്യം അവർ അറിയണമെന്നുണ്ടെങ്കിൽ അതിന് പുറത്തുനിന്ന് ശ്രദ്ധിച്ചു കേൾക്കാതെ അറിയാൻ കഴിയില്ലല്ലോ. മനുവിൻ്റെ കാര്യത്തിൽ ഞാൻ കൂടുതൽ ശ്രദ്ധയെടുക്കുന്നത് അഭിരാമിക്ക് ഇഷ്ടമല്ല അല്ലേ? അത് ചോദിച്ചപ്പോൾ അല്ല എന്ന് തന്നെ മറുപടി പറഞ്ഞു. എൻ്റെ അനിയനാണ് മനു. അവൻ്റെ കാര്യത്തിൽ ഞാൻ ഇനിയും ഇതേപോലെ തന്നെ ചെയ്യും. അതിപ്പോൾ ആര് പറഞ്ഞാലും ശരി. ഇനി അല്ലെങ്കിൽ അവൻ പറയട്ടെ, അന്നേരം നിർത്തിക്കോളാം ഞാൻ. ഏട്ടത്തി എന്നോട് പറഞ്ഞത് അങ്ങനെയായിരുന്നു. ശരിക്കും എന്ത് വേണമെന്ന് അറിയാതെ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി ഞാൻ. എന്നാൽ ഞാൻ ആ പറഞ്ഞതിൻ്റെ ചെറിയ പ്രയോജനം കണ്ടു തുടങ്ങിയത് മനുവേട്ടൻ അതിനുശേഷം ഏട്ടത്തിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതോടെയാണ്. ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേഴ്സണൽ കാര്യങ്ങൾ പോലും ഇടപെടുന്ന അവരുടെ സ്വഭാവം മനുവേട്ടൻ അസ്വസ്ഥത സൃഷ്ടിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് നിർത്തിയിരുന്നു. എല്ലാം എൻ്റെ തോന്നലാണല്ലോ, എൻ്റെ വൃത്തികെട്ട സ്വഭാവം കൊണ്ടാണല്ലോ. എന്നാൽ മനുവേട്ടൻ ഒരു ദിവസം എന്നോട് ഇക്കാര്യം വന്ന് പറഞ്ഞു. കരഞ്ഞു. സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് നിർത്തി അവരുടെ കയ്യിൽ നിന്നാണ് ഇത്തരം പെരുമാറ്റം. ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഈ കുടുംബം തന്നെ തകരുമെന്നതായിരുന്നു മനുവേട്ടൻ്റെ ഭയം. ഒടുവിൽ അതിനൊരു ഭയം കണ്ടെത്തിയത് മനുവേട്ടൻ തന്നെയാണ്. അല്പം ദൂരേക്ക് ട്രാൻസ്ഫർ മേടിച്ച് എന്നെയും കൊണ്ട് ഇവിടെ നിന്ന് പോയി. അവിടെ ഏട്ടത്തിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്നെയും കൊണ്ട് പോകണ്ടെന്ന് വരെ പറഞ്ഞു. എന്നാൽ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ വേണമെന്ന സ്റ്റാൻഡിൽ മനുവേട്ടൻ ഉറച്ചു നിന്നു. മനുവേട്ടൻ്റെ ഓഫീസിന് സമീപം ചെറിയൊരു ക്വാർട്ടേഴ്സിലേക്ക് ഞങ്ങളിപ്പോൾ താമസം മാറി. താമസ സ്ഥലം ചെറുതാണെങ്കിലും വല്ലാത്തൊരു മനസ്സമാധാനമുണ്ട്.
എൻ്റെ മനുവേട്ടൻ എൻ്റെ മാത്രമായി. ഒരു സന്തോഷ വാർത്ത അപ്പോഴേക്കും ഞങ്ങളെ തേടി വന്നു. ഒരു 8 മാസം കൂടി കഴിഞ്ഞാൽ ഞങ്ങൾക്കിടയിലേക്ക് വരുന്ന ഒരു പുതിയ അതിഥി. പിന്നെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ആ പേര് പറഞ്ഞ് ഏട്ടത്തി എന്നെ അവിടെ നിർത്താൻ നോക്കിയെങ്കിലും മനുവേട്ടനെല്ലാം എതിർത്ത് എന്നെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു. ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് സന്തോഷത്തിലാണ്. നമ്മുടെ സ്വകാര്യതയിലേക്ക് അനാവശ്യമായി ചിലർ കടന്നു വരും. അതിന് എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും ഒരു കൈ അകലത്തിൽ നിർത്തിയില്ലെങ്കിൽ തകരുന്നത് നമ്മുടെ തന്നെ ജീവിതമായിരിക്കും. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്